ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ബാർബിക്യൂവിൻ്റെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനിയിലത്തെ പിള്ളേരെ കൂടിയിട്ട്. അപ്പോൾ ജിതേഷും ഫാമിലിയാണ് നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത്. ജിതേഷാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് എത്തിക്കണത്. അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ ഡാറ്റോടയിലേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവനൊരു സ്വെറ്ററൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ നേരെ അൽസഫയുള്ള ഡാറ്റോടയിലൊക്കെ കയറി സാധനമൊക്കെ എടുത്ത് ഒന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈ കാർ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത്. അങ്ങനെ ഞങ്ങൾ അവരാഴ്ച ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ഫുൾ ട്രാഫിക്കായിരുന്നു. ഫുൾ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വീക്കെൻഡ് ആയതുകൊണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീഹരിയും ശ്രീരാഗമായിരുന്നു മെയിനായിട്ട് സാധനം കത്തിച്ചു തുടങ്ങാൻ. അങ്ങനെ നമ്മൾ പോക്കോടിൻ്റെ ജാക്കറ്റൊക്കെ ഒന്ന് ഇടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സെറ്റ് ചെയ്ത് പോക്കോടിനെ നമ്മൾ പുറത്തിറക്കി. അതിൻ്റെ ഇടയിലാണെങ്കിൽ അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളത് കട്ട് ചെയ്തു. കാരണം കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട്. ഞാൻ യൂട്യൂബിൻ്റെ ഇപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും ഇപ്പോൾ കോപ്പി റൈറ്റിന് അടിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ പരിപാടിയുടെ ഇടയിൽ തന്നെ അവിടെ ചെറുതായിട്ട് ഒരു വെടിക്കെട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ചിക്കൻ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ജിതേഷ്, ഇസ്മായിൽ, ശ്രീരാഗ് അവരാണ് മെയിനായിട്ട് ചിക്കൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നൈസായിട്ട് ചില്ലായി സൈഡിൽ കൂടി വേറെ ടീമുകൾ അതിൻ്റെ ഇടയിൽ ജിതേഷ് 5 ഫുള്ള് ചെക്ക് ചെയ്യാണ് ലൈറ്റൊക്കെ അടിച്ചിട്ട്. അങ്ങനെ ചിക്കനൊക്കെ സെറ്റായി കഴിഞ്ഞു. കഴിക്കാനുള്ള പരിപാടി ജോൺ ടെസ്റ്റ് ചെയ്ത് സൂപ്പറാന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് പുതിനയിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. തുടക്കി സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മറ്റക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണ് കഴിക്കല്. അതിൻ്റെ ഇടയിലാണെങ്കിൽ പിന്നെ പോക്കോട്ടനും ഹെൽപ്പ് ചെയ്യാൻ നിന്നു. കുറച്ച് നേരം ചാർക്കോളിനെ ഒന്ന് വീശിയൊക്കെ കൊടുത്തിരുന്നു. അതിൻ്റെ ഇടയിൽ 5 ഫുൾ ക്യാമ്പിങ് ആയിരുന്നു അവിടെ കുറച്ചുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഏകദേശം 3 മണിക്ക് ഇറങ്ങി. ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ള എല്ലാവരും പിന്നെ ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം ഡ്യൂട്ടിക്ക് പോയിട്ട് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.